നമ്മളിതിൽ 2 ക്വസ്റ്റ്യൻസാണ് കാണുന്നത്. അപ്പോൾ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. അതിൻ്റെ സിമിലർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ചെയ്യണത് കേട്ടോ. The question is, the cost function of a firm is given by the expression total cost TC equal to 1000 plus 10Q minus 6Q square plus Q cube. Calculate fixed cost, total fixed cost TFC, total variable cost or variable cost VC, and marginal cost MC when output is 10 units. So this is a question. So this is expression, this is a production cost function TC equal to 1000 plus 10Q minus 6 Q square plus Q to the power 3. So what is the fixed part of this expression? TC, you know, TC equal to TFC plus TVC. This in this expression the fixed part is 1000, so it means total fixed cost equal to 1000. Clear alle? Total fixed cost എന്ന് പറയുമ്പോൾ എന്ത് വരും? Q ഇല്ലാത്ത part, that is 1000. So that is the first question. Now second question is variable cost. Variable cost എന്ന് പറയുന്നത് out of this expression variable cost is the collective term including the Q parameters. So what is TVC, total variable cost, or VC? VC equal to 10Q minus 6Q square plus Q cube. Now the question is, when the output is 10 units, you have to determine the magnitude of the variable cost. So this is the total variable cost 10Q minus 6Q square plus Q cube. അപ്പോൾ അതിൽ Qയുടെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് Q equal to 10 and determine the value. അത് നിങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കോസ്റ്റ് ഇൻ റുപ്പീസ് ഇത്രയാണെന്നുള്ളത് കിട്ടും. അപ്പോൾ അത് അസൈൻമെൻറ്റ് 2-ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ചെയ്യുക, ന്യൂമറിക്കൽ വാല്യൂ ഇത്രയാണെന്ന് കണ്ടെത്തുക. Now what is the next question? Marginal cost. MC, marginal cost എന്ന് പറയുമ്പോൾ MC, you know, it is d by dq of TC. So differentiate total cost expression with respect to Q. So d by dq of this 1000 plus 10Q minus 6Q square plus Q to the power 3. So എത്ര വരിക? ഇത് ഫസ്റ്റ് ടേമിൻ്റെ ഡിഫറൻഷ്യൽ 0 പ്ലസ് 10 into 1 മൈനസ് 6 into 2Q plus 3Q സ്ക്വയർ വരും അല്ലേ? അപ്പോൾ ആ എക്സ്പ്രഷൻ എഴുതുന്നു. നൗ യു ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് Q equal to 10 in the expression to find the marginal cost. ഇത് അസൈൻമെൻറ്റിലെ 2-ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടിത് നോട്ട്ബുക്കിൻ്റെ ബാക്ക് വശത്ത് എഴുതുക കേട്ടോ. Okay, now next question is, complete the following short run cost schedule. This is a question. So a table is given. Now you have to enter the missing entries. You have to make the missing entries. So the cost is given in rupees എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇതെങ്ങനെ ചെയ്യാം? ഇത് നമ്മൾ ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലത്തിൻ്റെ സിമിലർ തന്നെയാണ്. ഇവിടെ നോക്കി നോക്കൂ, ഇതിൽ എന്താണ്? ഔട്ട്പുട്ട് യൂണിറ്റ് 0 ആകുമ്പോൾ ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു 100 മീൻസ് ഈവൺ ഇഫ് ദി പ്രൊഡക്ഷൻ ഈസ് 0 ദർ ഇസ് എ ടോട്ടൽ കോസ്റ്റ് 1000 മീൻസ് it is a total fixed cost involved. So this 100 will make up in this column. Throughout this column 1000 will come അല്ലേ? അപ്പം അങ്ങനെയാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. TFC equal to 100 ആണ്. 100 എന്നുള്ളത് ത്രൂ ഔട്ട് 100 എങ്ങനെ വന്നു? 0 ആകുമ്പോൾ ടോട്ടൽ കോസ്റ്റ് 100 ആണെന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ദി ടോട്ടൽ ഫിക്സഡ് പാർട്ട്. സോ ആ 100 എല്ലാ കോളത്തിലും വന്നു. നൗ what is TVC, total, you know, TC. ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ താഴെയായിട്ടൊക്കെ ഇക്വേഷനും കൂടി എഴുതി വെച്ചോളൂ. നമ്മൾ ക്ലാസ്സിൽ എഴുതിയ പോലെ TC equal to TFC plus TVC എന്നുള്ളത് അറിയാം. ആ രീതിയിലൊക്കെ ഉള്ളത് എഴുതി വയ്ക്കുക. MC equal to D by DQ of TC ആണ്. ലൈക്ക്വൈസ് യു ഹാവ് ടു മേക്ക് ദി ഇക്വേഷൻസ് അറ്റ് ദി ബിനീത്ത് ദിസ് ടേബിൾ. അത് എഴുതണം കേട്ടോ. ഓക്കെ, നൗ ദിസ് ഈസ് TC TFC ആകുമ്പോൾ ഇത് എത്ര വരും? TVC എത്ര വരും? ടോട്ടൽ കോസ്റ്റ് 100 ആണ്. TFC ഇതാണെങ്കിൽ ഇത് 0 വരില്ലേ? നൗ മാർജിനൽ കോസ്റ്റിനെ വേണമെങ്കിൽ ഇങ്ങനെ ഡാഷ് എന്നിടാം. ഈ ടെക്സ്റ്റ് ബുക്കിൽ ഇവർ ആൻസറിൻ്റെ അവിടെ 0 എന്നിട്ടിട്ടുണ്ട്. ഏതാണെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ ക്ലാസ്സിൽ ഇങ്ങനെയാണ് ഇട്ട്, ഓർ ടെക്സ്റ്റ് ബുക്കിൽ അവർ 0 എന്നിട്ടിട്ടുണ്ട്. കുഴപ്പമില്ല കേട്ടോ. നെക്സ്റ്റ് ഈസ് ദിസ് എൻട്രി ഈസ് ഗിവൺ. ക്വസ്റ്റ്യൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. അപ്പോൾ ഈ 50 തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ 50 ആണ്, ഇവിടെ നമുക്ക് 100 കിട്ടി. സോ ടോട്ടൽ കോസ്റ്റ് എത്ര വരും? ഇവിടെ 100 ആണ്, ഇവിടെ 50 ആണ്. സോ എത്ര വരും? ഇവിടെ 150. ഈ വാല്യൂ ഇവിടെ വരും അല്ലേ? അപ്പോൾ അത് എൻട്രി ചെയ്ത് വെക്കണം. Now this column, how to fill this row, this cell. ഇവിടെ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം. മാർജിനൽ കോസ്റ്റ് ഇവിടെ 0 ആണ്, പക്ഷേ ഇവിടെ എത്തിയപ്പോൾ അഡീഷണൽ എത്ര ടോട്ടൽ കോസ്റ്റിൽ വർധനവുണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. സോ 150 ആണ് ഇവിടെ 100 ആണ്. സോ ഇവിടെ ഇങ്ങനെ കിട്ടും 150 മൈനസ് 100. ഒരു യൂണിറ്റ് പ്രൊഡക്ഷൻ ചെയ്യാനായിട്ട് എത്ര എക്സസ് എമൗണ്ട് വന്നു ഫ്രം 0 എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ 150 മൈനസ് 100, സോ ദിസ് 50. അങ്ങനെ 50 എഴുതി വയ്ക്കാം. ഓക്കെ, നൗ ഇനി നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യണം. ഇവിടെ ഫില്ല് ചെയ്യണമെങ്കിൽ
ഇവിടെ ഒരു വാല്യൂ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് മേക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ 40 ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു യൂണിറ്റ് പ്രൊഡക്ഷൻ ചെയ്യാനായിട്ട് 150 രൂപയാണ് വന്നത്. 2 യൂണിറ്റ് ആകുമ്പോൾ എത്ര വരും എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ മാർജിനൽ കോസ്റ്റ് 40 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുക എന്നുള്ളതറിയാം. അപ്പോൾ എന്താണ്, ഈ വാല്യൂവിന് ഈ വാല്യൂ മൈനസ് ചെയ്യുമ്പോഴാണ് ആക്ച്വലി ദിസ് സെല്ലിൽ നിന്ന് സപ്പോസ് ദിസ് വാല്യൂ ഇസ് എക്സ് മൈനസ് 150 ഈക്വൽ ടു 40 അല്ലേ. എക്സ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. എക്സ് മൈനസ് 150 ഈക്വൽ ടു 40 വന്നിട്ടുണ്ട്. സോ എക്സ് എത്ര വരും, ഇത് 190 വരില്ലേ. അതായത് 150 മൈനസ് 40 അങ്ങനെ ഇത് കിട്ടി. ഇനി ഇതെങ്ങനെ കിട്ടും, 190 ആണ് ടോട്ടൽ കോസ്റ്റ്. 100 ഫിക്സഡ് പാർട്ടാണെങ്കിൽ ഇത് എത്ര വരും, 190 മൈനസ് 100 90. അപ്പം ഇതാണ്, ജസ്റ്റ് ടേബിൾ മാത്രം ഫില്ല് ചെയ്താൽ പോരാ, നിങ്ങൾ അതിൻ്റെ ഇക്വേഷൻസ് കാര്യങ്ങൾ എഴുതണം. ഇതിൻ്റെ ടെക്സ്റ്റ് ബുക്കിലുള്ള വേർഷൻ ഞാനൊന്ന് ഫോട്ടോ എടുത്തിട്ടിടാം. അപ്പോൾ അസൈൻമെൻറ്റ് എഴുതുമ്പോൾ അത് എഴുതണം. കാരണം ഇക്വേഷൻസും ഒരു സാമ്പിൾ കാൽക്കുലേഷനും ഒക്കെ എഴുതിയാൽ നല്ലതായിരിക്കും. എങ്ങനെ ഈ വാല്യൂ വന്നു എന്നുള്ള സാമ്പിൾ കാൽക്കുലേഷൻ ടേബിൾ ക്വസ്റ്റ്യൻസിൽ എഴുതുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമ്മൾ ക്ലാസ്സിൽ ചെയ്തപ്പോൾ അതൊന്നും ചെയ്യാനുള്ള സമയം നമുക്കില്ലാത്തതുകൊണ്ടാണ് സാമ്പിൾ കാൽക്കുലേഷനും നമ്മൾ ചെയ്യാതിരുന്നത്. പക്ഷേ ഈ ടേബിൾ ജസ്റ്റ് ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒതൻറ്റിസിറ്റി ക്വസ്റ്റ്യൻ ചെയ്യാവുന്നതാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു സാമ്പിൾ കാൽക്കുലേഷൻ എഴുതുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ 2 ക്വസ്റ്റ്യനും നിങ്ങൾ എഴുതണം കേട്ടോ.